ഹലോ ഗൈസ്, വെൽക്കം ടു ഹെവൻ വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം. ഇന്ന് നമ്മുടെ മസാല ബജി ചെയ്യാൻ പോണ് ഗൈസ്. ഇത് ചെയ്യാനായിട്ട് വെരി സിമ്പിളാണ്. ബാച്ചുലേഴ്സ് പിന്നെ ജോലിക്ക് പോണവർക്കൊക്കെ ഈസി ആയിട്ട് ടൈം സേവ് ചെയ്ത് തരും. ചപ്പാത്തി, റൊട്ടി എൻ്റെ കൂടെയൊക്കെ വെച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം ഗൈസ്. ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് ചെറിയ മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. വെള്ളം വീത്തി ചൂടാക്കാം. കുക്കറിൽ ഇതിനെ വേഗം വെച്ചിട്ട് നമുക്ക് ഉള്ളി കട്ട് ചെയ്യാം. മീഡിയം സൈസ് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. വലിയ ഉള്ളിനെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യാം. ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് പെട്ടെന്ന് വേഗം, അതിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത്. നല്ല സിമ്പിളായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു 6-7 പച്ചമുളക് വേണം. പച്ചമുളക് കട്ട് ചെയ്യാം. പച്ചമുളക് നീളത്തിന് കട്ട് ചെയ്യാം. നീളത്തിന് കട്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് റൗണ്ടായിട്ട് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. നമുക്ക് പിന്നെ കുറച്ച് ലുക്കായിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് നീളത്തിന് കട്ട് ചെയ്യണത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി വേണം. അതും ചെറുതായിട്ട് ഇതാ കുനുകുനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും കുറച്ച് മതി അത്യാവശ്യത്തിന്. പിന്നെ നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് പാൻ നല്ല ചൂടാവണം ഗൈസ്. പാൻ നല്ല ചൂടായതിന് ശേഷം ഓയിൽ ഒഴിക്കാം. നമ്മുടെ ഇവിടെ എടുത്തിട്ടുള്ളത് തേങ്ങ എണ്ണയാണ്. തേങ്ങ എണ്ണ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് നല്ലതായിരിക്കും. അതുകൊണ്ട് തേങ്ങ എണ്ണ എടുത്ത് അതിൽ തന്നെ കുറച്ച് കടുക് ഇടാം. കടുക് പൊട്ടി വന്നതും നമുക്ക് ജീരകം ഇടാം. കടുക് ജീരകം ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇനി പച്ചമുളക് ഇടാം. പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടി പിടിക്കാത്ത രീതിക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചാൽ നാശമായി പോവും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചാണ് കുക്ക് ചെയ്യാനുള്ളത്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ സ്മെൽ പച്ചമണം പോണത് വരയ്ക്കും നല്ല ഒന്ന് ഇളക്കി കൊടുക്കണം. അടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇടാം. ഉള്ളി ഇട്ടിട്ട് നല്ല നീറ്റായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പിട്ടിട്ട് നീറ്റായി ഇളക്കി കൊടുക്കണം. അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ, ഇത് ഫുള്ളായിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ലൈറ്റ് ഗോൾഡൻ കളർ വേണത് വരെയൊക്കെ ഇളക്കി കൊടുക്കണം. പെപ്പർ ഇട്ടിട്ട് നമ്മൾ വേഗം വെച്ചിട്ടുള്ള കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. ഇതിന് ഇനി നല്ല പൊടിയായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം. കറണ്ട് സ്പൂൺ വെച്ച് നല്ല ഒന്ന് കുത്തി പൊടിച്ച് എടുക്കണം. എടുത്തിട്ട് നമ്മൾ വേഗം വെച്ച ഉള്ളിയിൽ ചൂടുവെള്ളം ഒഴിക്കണം. പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല, ചൂടുവെള്ളം ഒഴിക്കണം. എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുമോ. ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ല തിളയ്ക്കാൻ വിടണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളയ്ക്കാൻ വിട്ടിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കിഴങ്ങിനെ അതിലിടാം. ഇത്ര തന്നെ കഴിച്ച് നമ്മുടെ പണി സിമ്പിളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 നിമിഷം നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കണം. പിന്നെ കുറച്ച് കരിവേപ്പില ഇടണം. കരിവേപ്പില ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ടിരിക്കും. കരിവേപ്പില ഇഷ്ടമില്ലാത്തവർ ഇടണ്ട. കുറച്ചിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ മസാല ബജി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വേണമെങ്കിൽ അതിന് കണക്കാക്കി വെള്ളം വറ്റിച്ചെടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണോ, എത്ര ലിമിറ്റിൽ വേണോ അങ്ങനെ എടുക്കാം. നമ്മുടെ ഇവിടെ കുറച്ച് വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ ഒക്കെ വെച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ശരി ഗൈസ്, ഇനിയും ഇതേപോലത്തെ സിമ്പിൾ ആൻഡ് ഈസി മെത്തേഡിൽ കുക്കിംഗ് എല്ലാം ചെയ്യാനുള്ള വീഡിയോസ് എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ ബൈ.